എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വ്യത്യസ്ത രുചിയിലൊരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ചിക്കൻ ഗീ റോസ്റ്റാണ്, നമ്മൾ മാംഗ്ലൂർ സ്റ്റൈലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്നും ഉണ്ടാക്കുന്നതിൽ വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പുളി അധികമില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഞാനൊരു ചെറിയ സ്പൂണിന് ഒരു സ്പൂണാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അല്പം നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. അപ്പം നാരങ്ങ നീര് ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, അരമുറിന്ന് ഒരു ഇച്ചിരി മാത്രം ചേർത്ത് കൊടുത്തേക്കുന്നത്. ഓവറായി കഴിഞ്ഞാൽ പുളി ഒരുപാട് കൂടിപ്പോവും. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് അല്പസമയമൊന്നും മാറ്റി വെക്കാം, ആ ചിക്കനൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ഞങ്ങൾ മസാല തയ്യാറാക്കാനായിട്ട് എടുത്തേക്കുന്നത് ഒരു 5 കാശ്മീരി മുളക്, 5 വറ്റൽമുളക്, എരിവുള്ള മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂണ് ചെറിയ ജീരകം, ഒരു സ്പൂണ് വലിയ ജീരകം, ഒരു സ്പൂണ് കുരുമുളക്, പിന്നെ കുറച്ച് കസൂരി മേത്തി, ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ചെറിയ ജീരകവും കുരുമുളക്, വലിയ ജീരകം ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. പിന്നെ ഞാനിതിലേക്ക് മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇത് ഇത്രയും കൂടി നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഇതൊന്ന് തണുത്തതിന് ശേഷം നമ്മളൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കൂടെ തന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ വറുത്ത ജീരകവും കസൂരി മേത്തി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരല്പം പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, വാളംപുളി. അപ്പോൾ പുളി ഒരു അല്പം മാത്രം ചേർത്ത് കൊടുക്കാം. പുളി ഒരുപാടായ നമ്മുടെ ചിക്കനിലേക്ക് പുളി ഒരുപാടായി പോവും. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം ഇനി നമ്മളൊരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വലിയ സ്പൂണിന് 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് ഇതിലേക്ക് അരച്ച് വെച്ച ആ പേസ്റ്റില്ലേ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ മിക്സിയുടെ ജാറ് കഴുകിയ കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ തെളിഞ്ഞൊന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് നമ്മളതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അല്പസമയം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചിക്കനിൽ നിന്നും തൈര് ആ ഒരു വെള്ളമൊക്കെ കുറച്ചിങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. അതിങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് അല്പസമയം കഴിഞ്ഞിട്ടുണ്ട്, വെള്ളമൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തോന്നൊന്ന് നോക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളുമാണ്, ഒരു വ്യത്യസ്ത രുചിയാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അത് നല്ല ഡ്രൈ പരുവത്തിലായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഗ്രേവി ടൈപ്പായിട്ട് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.